ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹെയർ വെയിൻ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മെറ്റൽ വയർ എടുത്തിട്ടുണ്ട്, കുറച്ച് പേൾ ബീഡ്സ് ചെറുതാട്ടോ ഇത്, പിന്നെ കുറച്ച് ഫ്ലവർ ബീഡ്സും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും വെച്ച് നമുക്കൊരു അടിപൊളി ഹെയർ വെയിൻ ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഇവിടെ വയർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് കൃത്യമായ മെഷർമെൻ്റ് ഒന്നും ഞാൻ പറയണില്ല, കാരണം അത് കുറച്ച് ലെങ്ത്തിൽ തന്നെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ ഒരു 5 പേൾ ബീഡ്സാണ് ഇതിന് കൊടുക്കുന്നത്. ഇനി ഈ വയറിനെ ഒരേ ലെങ്ത്തിലാക്കി വെച്ച് കോർത്തെടുത്ത ബീഡ്സിനെ ഇതേപോലെ ചുറ്റിയെടുക്കുക. വീണ്ടും ഞാൻ സെയിം പ്രൊസീജിയറാണ് ഇവിടെ ചെയ്യുന്നത്. ഇതേപോലെ വീണ്ടും ചെയ്തെടുക്കുക. ആദ്യം പിരിച്ചെടുത്തതിൻ്റെ കുറച്ച് താഴെ വെച്ചിട്ടാണ് ഇത് പിരിച്ചെടുക്കുന്നത്. രണ്ടും പിരിച്ചെടുത്തതിന് ശേഷം വീണ്ടും 2 വയറും തമ്മിൽ കൂട്ടി പിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഓരോന്നിനും താഴെയായി 5 ബീഡ്സ് കോർത്തിട്ട് ഇതേപോലെ പിരിച്ചെടുക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യണമെന്ന് അപ്പോഴേ മനസ്സിലാവുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഫ്ലവർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇനി അതാണ് കോർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു വയറിലാണ് ഫ്ലവർ ബീഡ് കോർക്കുന്നത്. എന്നിട്ട് രണ്ടാമത്തെ വയർ അതിനടിയിൽ വെച്ച് പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടൈറ്റിൽ പിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പായി നേരത്തെ ചെയ്തതുപോലെ 5 ബീഡ്സ് കോർത്തെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ കൂടി കൊടുക്കാൻ 1 ബീഡ്സും കൂടി കോർത്തെടുക്കുക. ടോട്ടൽ 6 ബീഡ്സാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ കോർത്തെടുക്കുക. ഇവിടെയും നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കുക.
വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഹെയർ ആക്സസറീസും ഗിഫ്റ്റ് ഹാമ്പേഴ്സും ഒക്കെ കസ്റ്റമൈസേഷൻ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും ചെയ്തത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ഓരോ വയറിലും 3 ബീഡ്സ് വെച്ച് കോർത്തെടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ ഒരു ഫ്ലവർ സെൻറ്ററിൽ ഉണ്ടാക്കിയെടുക്കുക. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇനി എല്ലാം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്യുക.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഹെയർ വെയിൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.